ഹലോ. ഇന്നത്തെ ദിവസം RRB PO, RRB ക്ലർക്ക്, അതുപോലെ തന്നെ SBI ക്ലർക്ക് മെയിൻസ് മോക്കിൻ്റെ അനാലിസിസ്, പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് റിവിഷനാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്നും ഞാൻ രാവിലെ എണീറ്റ് 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്ന ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് RRB POയുടെ ഒരു പ്രിലിംസ് മോക്കാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ RRB PO പ്രിലിംസിൻ്റെ 9ാമത്തെ മോക്ക് ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സ്കോർ കാണിക്കാം. കഴിഞ്ഞൊരു മാസം മുഴുവനും ഞാൻ മെയിൻസിന് വേണ്ടി നോക്കിയത് കാരണം പ്രിലിംസിൻ്റെ സ്പീഡ് നല്ലപോലെ എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീസണിങ്ങിനകത്ത് ഞാൻ 30 അറ്റംപ്റ്റായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോണ്ട് നോക്കുകയാണെങ്കിൽ കോണ്ടിനകത്ത് ഞാൻ 16 അറ്റംപ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ഇൻകറക്റ്റ് ആയിരുന്നു. അപ്പോൾ 15 ആയിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. പിന്നെ എനിക്ക് കോണ്ട് കുറച്ച് ടഫായിട്ട് തോന്നി കേട്ടോ. എൻ്റെ സ്പീഡ് കുറഞ്ഞത് കാരണം എനിക്ക് ടഫായിട്ട് തോന്നിയതാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു അനാലിസിസ് എടുത്തായിരുന്നു. ഇതിൻ്റെ സ്കോർ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഞാൻ 46 ആണ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഇൻകറക്റ്റ് ആയും എൻ്റെ സ്കോർ 44.75 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഇതിൻ്റെ അനാലിസിസ് എടുത്തായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാലോ SBI ക്ലർക്ക് മെയിൻസിൻ്റെ എക്സാം വരുന്നത് 21st ആണ്. ഇനി എനിക്ക് തോന്നുന്നു 5 ദിവസം കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ റിവിഷൻ ചെയ്യണം. ഒരു മിനിമം 3 മാസമെങ്കിലും നോക്കാം കേട്ടോ. ആദ്യം ഞാൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തെയാണ് നോക്കിയത്. ഇതിപ്പോൾ നമുക്ക് 21st എക്സാം ആയതുകൊണ്ട് നവംബർ 21st ആയതുകൊണ്ട് ഒക്ടോബറിൻ്റെ കൂടെ വായിക്കേണ്ടി വരും. കാരണം ഒക്ടോബറിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സൊക്കെ സ്മാർട്ട് കീഡയുടെ PDF ആണ് നോക്കുന്നത്. എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട് കേട്ടോ. അതിനകത്ത് ഞാനിതുപോലെ കറണ്ട് അഫയേഴ്സ് PDF, എഡിറ്റോറിയൽ, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, എൻ്റെ കയ്യിൽ കിട്ടുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ PDFs ഒക്കെ ഞാൻ ആ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ PDFs ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രീ റിസോഴ്സസ് ആണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ കമൻറ്റിൻ്റെ അവിടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ കറണ്ട് അഫയേഴ്സ് റിവിഷനാണ് നോക്കിയത്. ഇത് സെപ്റ്റംബർ ഏറ്റവും ലാസ്റ്റ് വീക്കിലുള്ള കറണ്ട് അഫയേഴ്സ് റിവിഷനാണ്. ഒരു ദിവസം ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് റിവിഷൻ അങ്ങനെയാണ് ഞാൻ വെച്ചിപ്പോൾ പഠിക്കുന്നത്. കാരണം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കറണ്ട് അഫയേഴ്സ് ഈ ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ടല്ല നോക്കുന്നത്. നേരത്തെ വായിച്ച് പഠിച്ച കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യുന്നതാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം ഇല്ലാത്ത ആൾക്കാരൊട്ടെങ്കിൽ ഈ സമയം മാക്സിമം യൂസ് ചെയ്യട്ടോ. അതായത് ഡെയിലി ഒരു RRB PO മോക്ക്, പിന്നെ ഒരു RRB ക്ലർക്ക് മോക്ക് വെച്ച് എടുക്കുക. കാരണം ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ ഒരു അടുത്ത മാസം ഫസ്റ്റ് വീക്കാണ് RRB ക്ലർക്കിൻ്റെ പ്രിലിംസ് വരുന്നത്. നമുക്കറിയാലോ കട്ട് ഓഫൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. RRB ക്ലർക്കിനും നല്ല സ്പീഡായിട്ട് ചെയ്യണം. അപ്പോൾ അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ RRB ക്ലർക്കിൻ്റെ ഒരു മോക്ക് എടുത്തായിരുന്നു. ഇത് ശരിക്കും ഈ ഒരു ക്ലർക്ക് ലെവലിൻ്റെ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് മോക്ക് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു RRB ക്ലർക്കിൻ്റെ മോക്ക് എടുത്തത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ RRB ക്ലർക്കിൻ്റെ 2ാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മോക്ക് എടുത്തതിന് ശേഷം ഞാൻ സ്കോർ കാണിക്കാം. റീസണിങ്ങിനകത്ത് ഞാൻ 38 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈസി ആയിരുന്നു. റീസണിങ് നല്ല ഈസി സെക്ഷനാണ്. പിന്നെ 2 ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്. ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തതായിരുന്നു. അനലൈസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി. ആ ഒരു മോക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ എത്ര വായിച്ചിട്ടും എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വേർഡ് ഫോർമേഷനാണ്. അത് ഞാൻ സ്കിപ്പ് ചെയ്തത് എന്തായാലും നന്നായിട്ടോ. ഈ 2 വേർഡാണ്, ടാണും ഗ്രാൻഡും. ഇങ്ങനെ 2 വേർഡ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്തായിരുന്നു. പിന്നെ കോണ്ട് നോക്കുകയാണെങ്കിൽ കോണ്ട് സെക്ഷനകത്ത് ഞാൻ 29 അറ്റംപ്റ്റായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. DI ഒക്കെ ഈസി ആയിരുന്നു. പിന്നെ അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷോർട്ട് ട്രിക്സ് ഒക്കെ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഷോർട്ട് ട്രിക്സ് ഒക്കെ എനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോൾ കുറേ നാളായി ഈ ഒരു പ്രിലിംസിൻ്റെയൊക്കെ ഈ ഒരു ലെവൽ മോക്ക് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ IPS POയുടെ ഒക്കെ മോക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് അരിത്മെറ്റിക് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. സ്പീഡ് മാക്സും അതുപോലെ തന്നെ DI ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സമയം തീരും. പക്ഷേ RRB ക്ലർക്കിൻ്റെ ഒന്നും അങ്ങനെയല്ല. നമുക്ക് അരിത്മെറ്റിക് ചെയ്യാനുള്ള സമയം കിട്ടും. അത്രത്തോളം സ്പീഡിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 67 ആണ്. എൻ്റെ സ്കോർ 67 ആണ് കേട്ടോ. ഇതിൻ്റെ പെർസെൻറ്റേജിൽ 97.15 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം
ഇതിൻ്റെ അനാലിസിസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ അനാലിസിസ് എടുക്കുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുമല്ലോ. അതായത് നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനതൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ മെത്തേഡും എഴുതി വെക്കും. എന്നിട്ട് പിന്നീട് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് അപ്കമിങ് ഒരുപാട് എക്സാംസ് വരുന്നുണ്ടല്ലോ. RRB POയുടെ ക്ലർക്ക്, അതുപോലെ RRB PO പ്രിലിംസ്, അതുപോലെ തന്നെ ക്ലർക്ക് പ്രിലിംസ്, മെയിൻസ് എല്ലാ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ ഏതൊക്കെ എക്സാമാണ് ഇനി നിങ്ങൾക്കുള്ളത്, അത് ഏതൊക്കെ ഡേറ്റിലാണ് എന്നൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഡെയിലി അതൊന്ന് നോക്കുക. കാരണം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ RRB ക്ലർക്കിൻ്റെ മെയിൻസ് ഉള്ളത് 21-ാം തീയതിയാണ്. അതുപോലെ തന്നെ RRB POയുടെ പ്രിലിംസ് 22, 23-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ രണ്ടും ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസ് നോക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രിലിംസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡെയിലി RRB POയുടെ ഒരു പ്രിലിംസ് വെച്ചെടുക്കുക. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അങ്ങനെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി പ്ലാൻ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം SBI ക്ലർക്ക് മെയിൻസിൻ്റെ ഒരു മോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനാലിസിസ് ആണ് കേട്ടോ. ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ളിരുന്ന് നോക്കില്ല. കാരണം ബോറടിക്കും. ഫുള്ള് നോക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ചിലതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടാത്തതൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും കേട്ടോ, ഒരുപാട് സമയം പോകുന്ന കാരണം. അപ്പോൾ ഇതിൽ കറണ്ട് അഫയേഴ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അറ്റംപ്റ്റ് 13 അതിലെനിക്ക് 4 ഇൻകറക്റ്റ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷിനകത്ത് ഞാൻ 30 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 ഇൻകറക്റ്റായി. പിന്നെ ഈ ഒരു മോക്കിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കോണ്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ 20 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1 ഇൻകറക്റ്റായി. ഇനി റീസണിങ്ങിനകത്ത് വരുമ്പോൾ ഇതിന് ഞാൻ 7 അറ്റംപ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റീസണിങ്ങിൻ്റെ സെക്ഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫോണിലൊരു കോൾ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കോളെടുത്ത് സംസാരിച്ച്, ഇത് പോസ് ചെയ്തിട്ടാണ് കോളെടുത്തത്. പോസ് ചെയ്ത് കോളെടുത്ത് സംസാരിച്ച് പിന്നെ ഞാൻ റെസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് കറണ്ട് അഫയേഴ്സിൽ വന്ന് അങ്ങ് സ്റ്റക്കായി നിൽക്കുക. എനിക്ക് വേറെ ഒന്നും അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ടൈമും പൊയ്ക്കൊണ്ടിരിക്കുക. 37 മിനിറ്റ് എനിക്കുണ്ടായിരുന്നു റീസണിങ്ങിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വേറെ സബ്മിറ്റ് കൊടുക്കുക അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ സബ്മിറ്റ് കൊടുത്തു. അങ്ങനെ എനിക്ക് റീസണിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 7 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 1 ഇൻകറക്റ്റായി. അപ്പോൾ ടോട്ടൽ ഇതിനകത്ത് എൻ്റെ അറ്റംപ്റ്റ് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ മോക്ക് എടുക്കുമ്പോൾ ഇടയ്ക്ക് പോസ് ചെയ്യേണ്ടി വന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പറയാം കേട്ടോ. എനിക്കിതിന് മുന്നേ ഒരിക്കലും ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഇടയ്ക്ക് പോസ് ചെയ്തപ്പോഴത്തേക്കും പിന്നീട് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഞാൻ 70 അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എൻ്റെ സ്കോർ 57.4 വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ റീസണിങ്ങിൻ്റെ ആ ഒരു അനാലിസിസ് നോക്കിയായിരുന്നു. പിന്നെ ക്വാണ്ടിൻ്റെ ഒരു 2 DI നോക്കിയായിരുന്നു കേട്ടോ. ശരിക്കും പിന്നീട് നോക്കാൻ എനിക്കങ്ങ് മടിയായി. ബാക്കി അനാലിസിസ് നോക്കാൻ എനിക്ക് ഭയങ്കര മടിയായി. ഒരുപാട് സമയം എടുക്കുന്ന കാരണം എപ്പോഴും സ്ക്രീനിലും ഇങ്ങനെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്ന കാരണം തലവേദനയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പഠിക്കുക കേട്ടോ. കണ്ണിനൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഞാനൊരു ദിവസം പഠിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എഡിറ്റോറിയൽ, സ്പീഡ് മാത്സ് അതൊക്കെ നോക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു മോക്ക് എടുത്ത് അനാലിസിസൊക്കെ എടുത്ത് കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ച് വരുമ്പോൾ തന്നെ എനിക്കങ്ങ് മടുക്കും. പിന്നെ മടുക്കുക എന്നല്ല, പിന്നെ സമയവും കിട്ടില്ല. ആകെ അങ്ങ് ടയേർഡാവും. പിന്നെ ചിലതൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യും കേട്ടോ. എഡിറ്റോറിയലൊക്കെ ഞാൻ വായിച്ചിട്ടിപ്പം 3-4 ദിവസമായി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.